ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാംലാൽ. യാത്രകളെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചുമുള്ള പുതിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന ട്രാവൽ ടെക് നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നോട് തിരക്കിയ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്തതെന്ന്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ക്യാമറയെക്കുറിച്ചാണ്. അതെ, SJ6 ലിജൻഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SJKമിൻ്റെ SJ6 ലിജൻഡ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, കാരണം ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വിടുന്ന ഒരു വീഡിയോ ആണ്. ഈ ക്യാമറ വരുന്നത് നല്ലൊരു പാക്കിങ്, നല്ലൊരു ബോക്സോട് കൂടിയാണ്. നമുക്കിതൊന്നും തുറന്നു നോക്കാം. ഇതൊരു സോഫ്റ്റ് കേസ് ആണ്, അതായത് നമുക്ക് ടച്ച് യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫ് കേസിലൂടെ ടച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാക്ക് ഡോർ ആണ്. ക്രീമിൻ്റെ ടൈപ്പാണ്. ബൈക്കെല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടാണ്. ഇതിലൂടെ അത്യാവശ്യം അക്സസറീസും ലഭ്യമാണ്. നമുക്ക് എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. ഈ ക്യാമറയ്ക്ക് 2 ഡിസ്പ്ലേകളാണ് ഉള്ളത്. ഫ്രണ്ട് ഡിസ്പ്ലേ 0.96 ഇഞ്ചുള്ള ഒരു ഡിസ്പ്ലേയും മെയിൻ ഡിസ്പ്ലേ 2 ഇഞ്ചുള്ളത് മറ്റൊന്നും. ഈ ക്യാമറ നമുക്ക് ഡ്രോണുകളിൽ ഉപയോഗിക്കാനും കാർ ഡാഷ് ക്യാമറ ആക്കാനും കഴിയും. വാട്ടർ പ്രൂഫ് കേസ് ഓപ്പൺ ചെയ്യാനായി ഈ ഓപ്പൺ എന്ന് എഴുതിയ ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് പതുക്കെ ഉയർത്തിയാൽ മതിയാവും. ഈ മോഡലിന് SJKM മുൻഭാഗത്തായി ഒരു ചെറിയ ഡിസ്പ്ലേയും 3 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു മിനി USB പോർട്ടും ഒരു HDMI ഔട്ടും മെമ്മറി കാർഡിനുള്ള സ്ലോട്ടും അതിനു മുകളിലായി ചെറിയൊരു സ്പീക്കറും ഇൻബിൽറ്റ് മൈക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടിഭാഗത്തായി ഒരു ട്രൈപോഡ് മൗണ്ടും ബാറ്ററി ഇടാനുള്ള സ്ലോട്ടുമാണ് ഉള്ളത്. മുകൾ ഭാഗത്ത് ഒരു റെക്കോർഡ് ബട്ടണും ഒരു റെക്കോർഡ് LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടണും പവർ LEDയും പിന്നെ വൈഫൈ എനേബിളിംഗ് സ്വിച്ചും വരുന്നത്. ഇതിലുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഇതിനൊക്കെ ഉപയോഗപ്പെടുന്നതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഡിസ്പ്ലേയിലും വരുന്നുണ്ട്.
ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിൻ്റെയാണ് ഈ ചുവട്ടിലുള്ള റെഡ് കളർ ലൈറ്റ്. പവർ. റെക്കോർഡ് ബട്ടൻ്റെയാണ്. അതിന് നടുക്കായി കാണുന്ന ബ്ലൂ കളർ ലൈറ്റും ഈ മേലെയുള്ള ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റും. ഇനി വൈഫൈ ഓൺ ചെയ്ത് നോക്കാം. ഏറ്റവും മുകളിലായി തെളിയുന്ന ഗ്രീൻ ലൈറ്റ് വൈഫൈയുടേതാണ്. കൂടാതെ മേലെ റെഡ് ആൻഡ് ബ്ലൂ ആയി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ കേസ് വെച്ച് നമുക്ക് വെള്ളത്തിൽ 30 മീറ്റർ വരെ താഴത്തോട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ ഡോറിന് പകരം സോഫ്റ്റ് ഡോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 മീറ്ററും നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ടെസ്റ്റ് വീഡിയോ ആണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ ആക്ഷൻ ക്യാമിലെ ഇൻബിൽറ്റ് മൈക്കിൽ തന്നെയാണ്. ഇതാണ് ചമ്രോട്ടം പാലം. നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്ത കാരണം നോയിസ് നന്നായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ജൈറോ സെൻസർ ഓൺ ചെയ്ത് വൈറ്റ് സ്ക്രീനിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചൂടാവുന്നത് എന്നൊഴിച്ചാൽ വേറൊരു പ്രശ്നം ഇതിനില്ല. GB വരെയുള്ള മെമ്മറി കാർഡ് ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 16 MB പാനസോണിക് സെൻസറാണ് ഇതിൽ ഇമേജ് സെൻസറായി ഉപയോഗിച്ചിട്ടുള്ളത്. ക്യാമറയുടെ ലെൻസ് 166 ഡിഗ്രി വൈഡ് ലെൻസ് ആണ്. നോവാടെക് 9660 എന്ന ചിപ്സെറ്റാണ് ഇതിലുള്ളത്. ബ്ലാക്ക്, സിൽവർ, റോസ് ഗോൾഡ് എന്നീ നിറങ്ങളിൽ ലഭ്യമാണ്. 1000 mAh ഉള്ള റിമൂവബിൾ ബാറ്ററിയാണ് ഇതിൻ്റെ ഊർജ്ജ സ്രോതസ്. ബാറ്ററി ഏകദേശം 80 മിനിറ്റ് വരെ വൈഫൈ ഓൺ ആക്കിയും 110 മിനിറ്റ് വരെ വൈഫൈ ഇല്ലാതെയും ഉപയോഗിക്കാൻ കഴിയും. 3 മണിക്കൂറാണ് ബാറ്ററി ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം. 82.7 ഗ്രാമാണ് ഈ ആക്ഷൻ ക്യാമറയുടെ ഭാരം. കൂടുതൽ അറിവുകളും യാത്രകളും കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അവർക്ക് കൂടി അറിവുകൾ പങ്കുവയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഞാൻ ശ്യാംലാൽ, സൈനിങ് ഓഫ് ട്രാവൽ ടെക്.